വെറുതെ അല്ലട്ടെ ഈ റൊണാൾഡോ ഫാൻസിന് അന്തല്ല എന്ന് പറയാറ്, വേറൊന്നുമല്ല. റൊണാൾഡോയുടെ ഈ ഒറ്റ ഗോൾ കാരണം അന്ന് ഫിഫയ്ക്ക് 2009 പുസ്കാസ് അവാർഡ് എന്ന് പറഞ്ഞ ഒരു പുതിയ അവാർഡ് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. റൊണാൾഡോ നേടിയ ഗോളോ അവാർഡോ മോശമാണ് എന്നല്ല പറയുന്നത്. ഇത്രക്ക് മണ്ടത്തരം പറയുന്ന ഈ ഒരു റൊണാൾഡോ ഫാൻസിന്റെ ഒരു അവസ്ഥയാണ് ഞാൻ ഇവിടെ എടുത്തു കാണിക്കുന്നത്. പുസ്കാസ് അവാർഡ് എന്നത് 2009 റൊണാൾഡോയുടെ ഗോള് കണ്ടുണ്ടാക്കിയ ഒരു അവാർഡല്ല. ഓക്കെ, ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ സൗന്ദര്യാത്മകമായ ഗോളുകൾ നേടുന്ന ഒരു കളിക്കാരന് ഫിഫ നൽകുന്ന ഒരു അവാർഡാണ് പുസ്കാസ് അവാർഡ് എന്ന് പറയുന്നത്. അത് ഏത് ലീഗിൽ നിന്നാവട്ടെ, ഏത് ദേശീയ തലത്തിൽ നിന്നാവട്ടെ, ആഗോളതലത്തിൽ അംഗീകാരം ലഭിക്കാനും അറിയപ്പെടാതെ പോകുന്ന പ്രതിഭകളെ കണ്ടെത്താനും ഈ ഒരു അവാർഡ് കൊണ്ട് സാധിക്കുന്നു. 1950 to 60 വരെ ഹംഗറി രാജ്യാന്തര ടീമിന് വേണ്ടിയിട്ടും റയൽ മാഡ്രിഡ് ടീമിന് വേണ്ടിയിട്ടും കളിച്ച ഒരു പ്രമുഖ സ്ട്രൈക്കർ ആയിരുന്നു പുസ്കാസ്. കാലഘട്ടത്തിൽ സൗന്ദര്യാത്മകമായിട്ടുള്ള ഗോളുകളും മനോഹരമായ ഗോളുകളും ഒരുപാട് നേടിയിട്ടുള്ള ഒരു പ്ലെയറാണ് ഈ പുസ്കാസ് എന്ന് പറയുന്ന ഈ ഒരു താരം. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ഈ ഒരു അവാർഡിന് പുസ്കാസ് അവാർഡ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. അതാണ് ഇതിന്റെ സത്യം. നമ്മുടെ ചരിത്രത്തിൽ തങ്ങളുടെ മുദ്ര പതിപ്പിച്ച ഫുട്ബോൾ മഹാന്മാരുടെ ഓർമ്മ നിലനിർത്താൻ 2009 ഫിഫ പ്രസിഡന്റ് ബ്ലാറ്ററുടെ നിർദ്ദേശപ്രകാരം 2009 ഒക്ടോബർ 20 ഫിഫ ഔദ്യോഗികമായി അവാർഡ് സ്ഥാപിച്ചു. അതുപോലെ നമ്മുടെ മെസ്സിക്ക് ഇതുവരെ നേടാൻ സാധിക്കാത്ത അവാർഡാണ് കേട്ടോ പുസ്കാസ് അവാർഡ്. പിന്നെ മെസ്സിയുടെ കാര്യം ഇതിൽ എടുത്തിടുമ്പോൾ ഈ ഒരു അവാർഡിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്നിട്ടുള്ള താരം ഇത് മെസ്സിയാണ്. മെസ്സി ഈ പറഞ്ഞിട്ടുള്ള അവാർഡ് അതിനു മുമ്പ് തൂക്കിയിട്ടുണ്ട്. 2007 ഗോൾ ഓഫ് ദി ഇയർ, ബെസ്റ്റ് ഗോൾ, സൗന്ദര്യാത്മകമായിട്ടുള്ള ഗോൾ, 5-6 പ്ലേയേഴ്സിന് ട്രിബിൾ ചെയ്ത് പോയിട്ട് അനായാസം പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റുന്നൊരു ഗോള് കണ്ടു കാണും. മെസ്സി മറക്കണ്ട.